നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം കൊല്ലപ്പെട്ടിട്ട് ബുധനാഴ്ച 2 വർഷം തികയുന്നു. CBI അന്വേഷണത്തെയും കൂസാതെ സ്വൈരവിഹാരം നടത്തുകയാണ് ഘാതകർ. ദേശീയപാതയിൽ ബസ് ബേ നിർമ്മാണം പുരോഗമിക്കുന്നു. TV രാജേഷ് MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി. പയ്യന്നൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും പുഴകളും തോടുകളും മരണശയ്യയിൽ. കുടിവെള്ളക്ഷാമം പ്രവചിച്ച് വിദഗ്ധർ. ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മുച്ചിലോട്ട് ഭഗവതി നിറഞ്ഞാടി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ധന്യസമാപ്തി. ചെറുകുന്ന് കുന്നനങ്ങാട് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി. ഹക്കീം കൊല്ലപ്പെട്ടിട്ട് ബുധനാഴ്ച 2 വർഷം തികയുന്നു. നിരന്തരമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ അന്വേഷണം CBI ഏറ്റെടുത്തിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. 2014 ഫെബ്രുവരി 10 രാവിലെയാണ് കൊറ്റി ജുമാ മസ്ജിദ് ജീവനക്കാരനായ തെക്കേമമ്പലത്തെ ഹക്കീമിന്റെ മൃതദേഹം കത്തിത്തീരാറായ നിലയിൽ കൊറ്റി ജുമാ മസ്ജിദ് വളപ്പിൽ കാണപ്പെട്ടത്. തലേ ദിവസം വൈകുന്നേരം പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ഹക്കീം തെക്കേമമ്പലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഈ സംഭവത്തിൽ ഹക്കീമിന്റെ സഹോദരൻ P. ഭാസ്കരന്റെ മൊഴിപ്രകാരം പയ്യന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീടാണ് കൊലപാതക കുറ്റത്തിന്റെ 302 വകുപ്പ് കൂട്ടിച്ചേർത്തത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താതെ വന്നപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇതിനുശേഷം ക്രൈംബ്രാഞ്ചിനെയും കേസന്വേഷണ ചുമതല ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ അന്വേഷണ സംഘം ഹക്കീം ആത്മഹത്യ ചെയ്തതാണെന്ന റിപ്പോർട്ടുകളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയത്. പിന്നീട് വന്ന DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഹക്കീമിനെ തലക്കടിച്ച് കൊന്നതാണെന്ന് തെളിവ് കണ്ടെത്തിയത്. കത്തിത്തീരാറായ നിലയിൽ കണ്ടെത്തിയ തലയോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്നുള്ള റിപ്പോർട്ടാണ് ഹക്കീം കൊല ചെയ്യപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ ഇവരെ സഹായിച്ചത്. കൊല്ലപ്പെട്ട ഹക്കീമിന്റെ മൃതദേഹം പള്ളിവളപ്പിൽ കത്തിച്ചതിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെപ്പറ്റി അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും സംശയിക്കപ്പെടുന്ന പ്രതികളുമായി ഹക്കീമിനെ ബന്ധിപ്പിക്കുന്ന കണ്ണികളെ കണ്ടെത്തുന്നതിന് സാധിക്കാതെ വന്നതും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉന്നത സ്വാധീനമുപയോഗിച്ച് പലവട്ടം ഇളക്കി പ്രതിഷ്ഠിച്ചതും സുഗമമായ അന്വേഷണത്തിന് തടസ്സമായി. പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുന്നതിൽ ലോക്കൽ പോലീസിന് വന്ന വീഴ്ചയാണ് തുടർന്നുള്ള അന്വേഷണം മന്ദഗതിയിലാക്കിയത്. കേസന്വേഷണം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ പയ്യന്നൂരിന്റെ ജനവികാരം ആളിക്കത്തിയതിനോടൊപ്പം കോടതികളിൽ നിയമയുദ്ധവും മുറുകി. 2014 നവംബർ 14 സംസ്ഥാന സർക്കാർ CBIക്ക് കൈമാറി. 2014 ഡിസംബർ 3 ഇത് സംബന്ധിച്ച വിജ്ഞാപനവും കേന്ദ്ര സർക്കാരിന് കൈമാറിയെങ്കിലും കേസന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറായില്ല. ഹക്കീമിന്റെ ഭാര്യ സീനത്തും ജനകീയ ആക്ഷൻ കമ്മിറ്റിയും ഹൈക്കോടതിയിൽ നൽകിയ നിയമയുദ്ധത്തിനൊടുവിലാണ് കേസന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് കോടതി ഉത്തരവായത്. CBIയുടെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതിയെപ്പോലും 2 വർഷമായിട്ടും പിടികൂടാനാകാത്തതിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾക്കാണ് പയ്യന്നൂർ സാക്ഷ്യം വഹിച്ചത്. 2 ഹർത്താലുകളും ദേശീയപാത ഉപരോധങ്ങളും കഞ്ഞിവെപ്പ് സമരവും 100-ലേറെ ദിവസം പിന്നിട്ട അനിശ്ചിതകാല നിരാഹാര സമരങ്ങളുമായി പയ്യന്നൂരിലെ ജനാവലി ഒന്നടങ്കം സമരത്തിനിറങ്ങിയിരുന്നു. ദേശീയപാതയിൽ ബസ് ബേ നിർമ്മാണം പുരോഗമിക്കുന്നു. എടാട്ട് കോളേജ് സ്റ്റോപ്പ് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള ദേശീയപാതയോരത്താണ് TV രാജേഷ് MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബസ് ബേ നിർമ്മിക്കുന്നത്. ദേശീയപാതയിൽ ബസ് ബേ ഇല്ലാത്തതിനാൽ പല ബസ്സുകളും റോഡിൽ തന്നെ നിർത്തിയാണ് യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും. ഇത് ദേശീയപാതയിലുണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് ചെറുതല്ല. ഒപ്പം ടാക്സി ഡ്രൈവർമാർക്കും കച്ചവടക്കാർക്കും ഇത് ഒരുപോലെ ദുരിതം സൃഷ്ടിക്കുന്നു. പ്രശ്നം ചൂണ്ടിക്കാട്ടി ഡ്രൈവർമാരും വ്യാപാരികളും MLAയെ നിരന്തരം സമീപിച്ചിരുന്നു. ഇതിന്റെ ഫലമായാണ് MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം PWD അധികൃതർ ബസ് ബേ നിർമ്മിക്കാൻ ആരംഭിച്ചത്. എടാട്ട് പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പ്, ഏഴിലോട് മാരിയമ്മൻ കോവിൽ, സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബസ് ബേ നിർമ്മാണം പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
പയ്യന്നൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും പുഴകളും തോടുകളും മരണശയ്യയിൽ. ഇവയിലെ നീരൊഴുക്ക് കുറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അധികം വൈകാതെ ഇത് കൊടും ശുദ്ധജലക്ഷാമത്തിലേക്ക് എത്തിക്കുമെന്നും വിലയിരുത്തൽ. നമ്മുടെ നദികളും തോടുകളും മരിച്ചുകൊണ്ടിരിക്കുകയല്ല, അവയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുകുന്ന നദികളും തോടുകളും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഇവയിൽ നിന്ന് മുഖവും കാലും കഴുകുന്ന കാലവും കടന്നുപോയി കഴിഞ്ഞു. ഇന്ന് നദികളും തോടുകളുമൊക്കെ മലീമസമായിരിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയാനുള്ള ഇടങ്ങളായിരിക്കുന്നു ഇന്ന് നമുക്ക് തോടുകളും പുഴകളും. പുഴകളെക്കുറിച്ച് പാടാത്ത കവികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. എല്ലാറ്റിനെയും നാം കൊന്നെടുക്കുകയാണ്. തോടുകളായ തോടുകളുടെയൊക്കെ അരികുകൾ നാം കല്ലുകെട്ടി ഉറവുകളെ ഇല്ലാതാക്കി. ബാക്കി വന്ന ജലത്തെ നാം മലീമസമാക്കി. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകളിലെ വ്യാപകമായ കുന്നിടിക്കൽ ആ പ്രദേശങ്ങളെ മാത്രമല്ല പയ്യന്നൂരിനെയും ചെറുതായ രീതിയിലൊന്നുമല്ല ബാധിച്ചത്. വയലുകളെല്ലാം നികത്തി തുടങ്ങിയതും നദികളുടെയും തോടുകളുടെയും നിലനിൽപ്പിനെ ഏറെ ബാധിച്ചു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയെയും കരിവെള്ളൂർ, പെരളം പഞ്ചായത്തിനെയും വേർതിരിക്കുന്ന പാലത്തരപ്പുഴ ഇന്ന് അപകടകരമാം വിധം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ വിഷാംശങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. തോടുകളും നദികളും മരിച്ചു കഴിയുമ്പോൾ മനുഷ്യനും പതിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റപ്പെടുമെന്ന തിരിച്ചറിവ് ഭരണകർത്താക്കൾക്കും ജനങ്ങൾക്കും ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. താപം റെയിൽവേ ഗേറ്റിന് സമീപം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്വകാര്യ വ്യക്തി ചതുപ്പുനിലം നികത്തുന്നു. പ്രവൃത്തി അധികൃതരുടെ ഒത്താശയോടെന്ന് ആക്ഷേപം. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഏക്കർ കണക്കിന് സ്ഥലം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്വകാര്യ വ്യക്തി നികത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കണ്ടൽ വനങ്ങൾ വെട്ടിനശിപ്പിച്ചാണ് ചതുപ്പുനിലം നികത്തുന്നത്. വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് ഇത് വഴിവെക്കുക. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള സ്ഥലം റെയിൽവേയുടെ അനുമതിയില്ലാതെയാണ് നികത്തുന്നതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. മാസങ്ങളായി മണ്ണിട്ട് നികത്തൽ തുടരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരും പരിസ്ഥിതി സംഘടനകളും മൗനം ഭജിക്കുകയാണ്. ഉന്നതരുടെ ഇടപെടലാണ് ചതുപ്പ് നികത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മുച്ചിലോട്ട് ഭഗവതി നിറഞ്ഞാടി. ഉച്ചയ്ക്ക് 2 മണിയോടെ കൈലാസക്കല്ലിന് സമീപമാണ് ദേവിയുടെ തിരുമുടി ഉയർന്നത്. പ്രത്യേകം കുറിയിട്ട് മുറിച്ചെടുത്ത പ്ലാവ് കൊണ്ടുണ്ടാക്കിയ മേലേരിയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും മറ്റ് ദേവീദേവന്മാരും കലവറയിലെ ബാല്യക്കാരും ചാടിയതോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. പ്രശ്നചിന്തയിൽ ജ്യോത്സ്യന്മാർ നിർദ്ദേശിച്ച മുഹൂർത്തപ്രകാരം 2 മണിയോടെയാണ് ക്ഷേത്രത്തിനു പിന്നിലെ കൈലാസക്കല്ലിന് സമീപം ദേവിയുടെ തിരുമുടി ഉയർന്നത്. വർഷത്തിനു ശേഷം നടന്ന പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിയെ തൊഴുതുവണങ്ങാൻ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. മെയ്യും മനസ്സും ആദിപരാശക്തിയിലർപ്പിച്ച് തിരുസന്നിധിയിൽ ദേവി നിറഞ്ഞാടി. ചെണ്ട, കുഴൽ വാദ്യങ്ങളുടെയും ദേവീസ്തുതിയുടെയും പശ്ചാത്തലത്തിൽ ആടയാഭരണമണിഞ്ഞ ദേവിയെ 3 തവണ വലം വെച്ച ശേഷമാണ് തിരുമുടി അണിയിച്ചത്. തുടർന്ന് ദീപിക കോലുമേന്തി കൈവിളക്കിന്റെ മാർഗദർശനത്തിൽ വിവിധ താളങ്ങളിൽ ക്ഷേത്രത്തിന് 5 തവണ വലം വെച്ചു. തുടർന്ന് മണങ്ങിയാട്ടത്തിന് ശേഷം മണിക്കിണറിൽ തിരുമുഖ ദർശനം കണ്ട് പൊയ്ക്കണ്ണഴിച്ചു.
തുടർന്ന് പീഠത്തിൽ കയറി പുരാവൃത്തം ചൊല്ലിയാടി ഭക്തജനങ്ങളെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. ഉച്ചയോടെ അരങ്ങിലെത്തിയ തേജോമയിയായ ഭഗവതിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ രാത്രി വരെ ഭക്തർ ഒഴുകിയെത്തി. രാത്രി വൈകി നടന്ന വെറ്റിലാചാരത്തോടെ 4 ദിനങ്ങളായി നടന്ന പെരുങ്കളിയാട്ടം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം ആഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര താരം ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യാസമൊക്കെ മറന്ന് ഇതേമുള്ള ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തുമ്പോൾ അവരും സാമൂഹ്യ പ്രതിബദ്ധതയാണ് നിറവേറ്റുന്നത്. ഇവിടെ കൊടിയുടെ നിറം നോക്കുന്നില്ല, ജാതിയില്ല, മതമില്ല. രാഷ്ട്രീയത്തിന്റെ കാര്യം വരുമ്പോൾ വീറോടും വാശിയോടെയും വർത്തിക്കുന്ന മലബാറിലെ ഒരു സമൂഹം, വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ അത് മനുഷ്യ നന്മയ്ക്കുതകുന്ന തരത്തിലുള്ള പെരുങ്കളിയാട്ടങ്ങൾ മാനവികതയുടെ സന്ദേശമാണ് പകരുന്നതെന്ന് നടൻ ജഗദീഷ് പറഞ്ഞു. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. മുൻ MLA KP സതീഷ്ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രദീപ് രാമപുരത്ത്, ഡോക്ടർ വി ജയരാജൻ, വി ബാബുരാജ്, VT ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്കുള്ള അനുമോദനവും നടന്നു. ഉദിനൂർ ബാലഗോപാലൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് SS ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി. പെരുങ്കളിയാട്ടത്തിന് ധന്യസമാപ്തി. 4 ദിനങ്ങളായി നടന്ന കളിയാട്ടം നാട്ടുകൂട്ടായ്മയുടെ വിജയം കൂടിയായി. തേജോമയിയായ ഭഗവതിയുടെ തിരുമുഖം കണ്ട് ഭക്തർ കളിയാട്ട നഗരിയിൽ നിന്നും പിൻവാങ്ങിയതോടെ 4 നാൾ നീണ്ടുനിന്ന തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ധന്യസമാപ്തി. 22 വർഷത്തിനു ശേഷം നടന്ന പെരുങ്കളിയാട്ടം നാട്ടുകൂട്ടായ്മയുടെ വിജയത്തിന്റെ പുതുചരിത്രം രചിച്ചാണ് തിലശ്ശീര വീഴുന്നത്. കളിയാട്ടം കൽപ്പിച്ചതു മുതൽ പെരുങ്കളിയാട്ടം നാട് തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും പെരുങ്കളിയാട്ടത്തിന്റെ വിജയത്തിനായി കൈകോർത്തു. ഫെബ്രുവരി 6 മുതൽ 9 വരെ നടന്ന കളിയാട്ടത്തിൽ പുലിയൂർ കാളി, കണ്ണങ്ങാട്ട് ഭഗവതി, തായ്പര ദേവത, പുലിയൂർ കണ്ണൻ ദൈവം, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടോറ ചാമുണ്ടി, വണ്ണാൻകൂത്ത്, ചങ്ങനും പൊങ്ങനും തുടങ്ങി നിരവധി തെയ്യക്കൊലങ്ങൾ കെട്ടിയാടി. 2 ലക്ഷത്തിലേറെ പേർ കളിയാട്ട ദിവസങ്ങളിൽ അന്നദാനത്തിൽ പങ്കെടുത്തു. ഇവിടെ മഹോത്സവത്തിന് വേണ്ടി വന്നതിനു ശേഷം ഈ കഴിഞ്ഞ അവസാന നാളുകളിലേക്ക് നമ്മൾ മണിക്കൂറുകളിലേക്ക് വരികയാണ്. ഒരു അപശബ്ദം ഉണ്ടായില്ല. ഇവിടെ പോലീസ് നാമമാത്രമായ പോലീസുകാരുണ്ടായത് ശരിയാണ്. പക്ഷെ എല്ലാവരും ഈ ദൈവീകമായ ശക്തി മനസ്സിൽ സ്വരൂപിച്ചുകൊണ്ട് അത് ആവാഹിച്ചുകൊണ്ട് ഇത് നമ്മുടെ ഉത്സവമാണ്, ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ അത് രൂഢമൂലമായി നിന്നതുകൊണ്ട് ഈ കഴിഞ്ഞ മഹോത്സവത്തിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം വളരെ സമാധാനത്തോടെ ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ ഇത് പര്യവസാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിൽ കളിയാട്ടം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചാണ് തൃക്കരിപ്പൂർ പെരുങ്കളിയാട്ടത്തിന് പരിസമാപ്തിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുകുന്ന് കുന്നനങ്ങാട് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടും പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ നടപടികളില്ല. പ്രതിഷേധം വ്യാപകമാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ചെറുകുന്ന് കുന്നനങ്ങാട് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ഇതുവഴി വെള്ളമൊഴുകി കൃഷിസ്ഥലം മുഴുവൻ വെള്ളം നിറയുന്നു. പൊട്ടിയ പൈപ്പ് വഴി മലിനജലം കുടിവെള്ളത്തിൽ കലരാനും ഇടയുണ്ട്. ചെറുകുന്ന് കുന്നനങ്ങാട് ഭാഗത്തെ ജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണിത്. പ്രദേശത്തുകാരെ മലിനജലം കുടിപ്പിക്കുന്ന അവസ്ഥയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടും പൈപ്പ് മാറ്റി സ്ഥാപിക്കാനാവശ്യമായ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അറത്തിൽ പിലാത്തോട്ടം തായ്പരദേവത കിഴക്കേറ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ കവർച്ച. 2 ഭണ്ഡാരങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോയി. പരിയാരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീയാണ് മോഷണം നടന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ നാട്ടുകാരെയും ക്ഷേത്ര ഭാരവാഹികളെയും വിവരമറിയിക്കുകയായിരുന്നു. മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ പടിപ്പുരയുടെ അകത്ത് പ്രവേശിച്ച് പടിപ്പുര ഭണ്ഡാരവും മൂലഭണ്ഡാരവും കവർച്ച ചെയ്തു. ക്ഷേത്രത്തിൽ പഞ്ചലോഹ വിഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അത് കവർച്ച ചെയ്തിട്ടില്ല. ഏകദേശം 20,000 രൂപയോളം കവർച്ച ചെയ്തതായാണ് കണക്കാക്കുന്നത്. പരിയാരം പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സർവശിക്ഷാ അഭിയാൻ കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മെട്രിക് മേള 2016 കാങ്കോൽ ALP സ്കൂളിൽ നടന്നു. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ ഉദ്ഘാടനം ചെയ്തു.
സർവശിക്ഷാ അഭിയാൻ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മെട്രിക് മേള 2016 ഏകദിന ക്യാമ്പ് കാങ്കോൽ ALP സ്കൂളിൽ വെച്ച് നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം LDF ഫെസ്റ്റ് നല്ല രീതിയിൽ തന്നെ വിഷ്ണു ശർമ്മ സ്കൂളിൽ വെച്ച് നടത്തി. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഫെസ്റ്റ്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മെമ്പർ M രാജേഷ് അധ്യക്ഷത വഹിച്ചു. M സുധാമണി, P വാസന്തി, BB ഹരിപ്രസാദ്, M അബ്ദുൾ ഗഫൂർ, M പവിത്രൻ, P സബിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൈതപ്രത്ത് വീട്ടുപറമ്പിലെ കിണറിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. KR സുധീഷിന്റെ വീട്ടിലെ കിണറിൽ നിന്നാണ് 2 മീറ്ററോളം നീളവും 3 കിലോ ഭാരവുമുള്ള പാമ്പിനെ പിടികൂടിയത്. കൈതപ്പുറം KR സുധീഷിന്റെ വീട്ടിലെ 20 അടി താഴ്ചയുള്ള കിണറിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ മൂർഖൻ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും പാമ്പ് പിടുത്തക്കാരൻ പവിത്രൻ അന്നുകാരന്റെ നേതൃത്വത്തിലുള്ള അധികൃതരുടെ സംഘം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായാണ് പാമ്പിനെ പിടികൂടിയത്. 2 മീറ്ററോളം നീളമുള്ള പാമ്പിന് 3 കിലോഗ്രാമോളം ഭാരവുമുണ്ട്. പാമ്പ് കിണറ്റിൽ വീണതറിഞ്ഞ് നിരവധി പേരാണ് സുധീഷിന്റെ വീട്ടിൽ തടിച്ചുകൂടിയത്. പിടികൂടിയ പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ഫെബ്രുവരി 11 നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ഫെബ്രുവരി 11 പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ചേരും. രാവിലെ 10:30 CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലേക്ക് പ്രകടനം നടക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞപ്പൻ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K സുകുമാരൻ, ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ, M ആനന്ദൻ, CV ദാമോദരൻ, KV മദനകുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. 7 ദിവസങ്ങളായി നടന്നുവന്ന ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ വിവിധ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു. രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ, കണികാണൽ തുടങ്ങിയ ചടങ്ങുകളും തുടർന്ന് 9 മണിയോടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും തിടമ്പു നൃത്തവും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും നടന്നു. ഉച്ചയോടെ കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. അടുത്തില ആനന്ദേശ്വര മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മറോളി മുഖ്യപ്രഭാഷണം നടത്തി. പുരാതന കാലഘട്ടത്തിലേക്കൊന്നും ഏറെ നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല. എന്നിരുന്നാലും പൂർവിക ഭാരതത്തിൽ ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെയായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു ജനസമൂഹമാണ് ഉണ്ടായിരുന്നത് എന്നത് നമുക്ക് വായിച്ചറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ച ഒരു വസ്തുതയാണ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. MP ഉണ്ണികൃഷ്ണൻ, PO മുരളീധരൻ, PT മുരളീധരൻ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അരവഞ്ചാൽ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷം ഫെബ്രുവരി 10 മുതൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അരവഞ്ചാൽ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷം ഫെബ്രുവരി 10 മുതൽ മാർച്ച് 2 വരെ വിവിധ പരിപാടികളോടെ നടക്കും. വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ KM സദാശിവന് യാത്രയയപ്പ് നൽകും. പ്രവൃത്തി പരിചയമേള, രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി മത്സരങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, അനുമോദനം, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. 10 3 മണിക്ക് അരവഞ്ചാൽ ടൗണിൽ വിളംബര ഘോഷയാത്ര നടത്തുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ KM കുഞ്ഞപ്പൻ, V സുരേഷ് കുമാർ, M അനിത, KM രാഗിണി, പൂന്തോടൻ ബാലൻ, EV ഹരീഷ്, K ഭരതൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമ പെൻഷൻ പോസ്റ്റ് ഓഫീസ് വഴിയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയും കുടിശ്ശിക വന്നവർക്കുള്ള ചെക്ക് വിതരണം 4-5 വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കിഴക്കാനി വായനശാലയിൽ വെച്ച് വിതരണം ചെയ്യും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ.
വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇടതുപക്ഷം ഭരണത്തിലെത്തിയാൽ പൂട്ടിയ ബാറുകൾ തുറക്കുമെന്ന് കോടിയേരി ഉറപ്പു നൽകിയതായി ബിജു രമേശ്. സർക്കാർ ഗൂഢാലോചനയെന്ന് CPM നേതാക്കൾ. പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ഇതിൽ ഉള്ള വ്യക്തമായ ഗൂഢാലോചന കേരള സർക്കാരിനെതിരെ ബിജു രമേശ് പറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലുള്ള വ്യക്തമായ ഗൂഢാലോചന ഈ ശബ്ദരേഖയോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതിലെ സത്യസന്ധമായ കാര്യങ്ങളല്ല ബിജു രമേശ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. തുറക്കുന്നതിന് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് ഫണ്ട് അധികമായിരുന്നു. പിന്നെയും വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാർ തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറിൻ്റെ എല്ലാ ടീമുകളും കോടിക്കണക്കിന് കൊടുത്തിട്ട് പിന്നെയും ഫണ്ട് ജാസ്തിയാക്കിയിട്ട് സംഘടന നല്ല ഉഷാറാക്കാനായിട്ട് ഒരു മാക്സിമം ട്രൈ ആക്കിയിട്ട് ബാർ ഓപ്പൺ ഡെഫിനറ്റ് ആയി തറക്കും. മറ്റേ ഗാന്ധിവാദി മറ്റേ വാദി ഒന്നുമില്ല. അടുത്ത വർഷം വന്നാൽ ഇത് ആ ഒരു പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ജനങ്ങൾ കുടിക്കുന്നില്ലേ? അതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കടയിലും കച്ചവടം കുറവാണ്. ഇപ്പോൾ 18 അടുത്ത വർഷം വന്നാൽ ബാർ തുറക്കും. കാരണം വെച്ചാൽ ബാർ കൂട്ടേണ്ട കാര്യമുണ്ടോ? പണിക്കാർക്ക് എത്ര ജോലിക്കാരുണ്ട്, അവരൊക്കെ പണിയുണ്ടോ? പിന്നെ പുതിയ ഭരണത്തിലേറി കഴിഞ്ഞാൽ CPM ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പൂട്ടിയ ബാറുകൾ തുറക്കാനുള്ള ഒരു വാഗ്ദാനം നൽകിയതിൻ്റെ പേരിലാണ് ഈ നടക്കുന്ന ഈ എല്ലാ ആരോപണങ്ങളും പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹം ജനാധിപത്യ വിശ്വാസികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് വരാൻ പോകുന്നത്. പിന്നെ CPM അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും പിന്നെ മദ്യ ലോബികൾക്ക് കേരളത്തെ തീരെഴുതാനുള്ള ഒരു പ്രവർത്തനവുമായി CPM മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം കൊല്ലപ്പെട്ടിട്ട് ബുധനാഴ്ച 2 വർഷം തികയുന്നു. CBI അന്വേഷണത്തെയും കൂസാതെ സ്വൈരവിഹാരം നടത്തുകയാണ് ഘാതകർ. ദേശീയപാതയിൽ ബസ് ബേ നിർമ്മാണം പുരോഗമിക്കുന്നു. TV രാജേഷ് MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി. പയ്യന്നൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും പുഴകളും തോടുകളും മരണശയ്യയിൽ. കുടിവെള്ളക്ഷാമം പ്രവചിച്ച് വിദഗ്ധർ. ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മുച്ചിലോട്ട് ഭഗവതി നിറഞ്ഞാടി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ധന്യസമാപ്തി. ചെറുകുന്ന് കുന്നനങ്ങാട് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.